എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും രേണുവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അഥവാ രേഷ്മ പി തങ്കച്ചൻ. ഇവരുടെ പുതിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കണ്ടന്റ് കടന്ന് കറങ്ങുന്നുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ, രേണുവിന് അഥവാ രേഷ്മ പി തങ്കച്ചിന് പണ്ട് മുതലേ കാശിനോട് തീരാത്തൊരു ആക്രാന്ത്. ഈ ആക്രാന്തിനകത്ത് കൊല്ലം സുധിയും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർ ഫോൺ വിളിച്ചിട്ട് കൊല്ലം സുധി ഫോൺ വിളിക്കുന്നു, മോനെ ചേച്ചിയുടെ കൊടുക്കാട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെയിലോട്ട് കൊടുക്കുന്നു. രണ്ടുപേരും കൂടെ കടം ചോദിച്ചിട്ട് പൈസ തിരിച്ചു വയ്ക്കുമ്പോഴത്തേനും ഏടാ ഉളുപ്പുണ്ടോളാം നിനക്ക്, ആ ഒരു സെറ്റപ്പിൽ ഇവർ സംസാരിക്കുന്നു എന്നൊരു കണ്ടന്റ് കുറേ ആയിട്ട് കടന്ന് കറങ്ങണം. അപ്പോഴും ഞാൻ വിചാരിച്ചു, കൊല്ലം സുധി എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടില്ലേ, ഇനി അദ്ദേഹത്തിന് എന്തിനാണ് നമ്മൾ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? നമ്മൾ നോക്കി നിന്നപ്പോഴാണോ വീണ്ടും കുറെ ആളുകൾ രംഗത്ത് വരുന്നു. ഇതുപോലെ തന്നെ രേണു കടം മേടിച്ചു, കൊല്ലം സുധി കടം മേടിച്ചു, തിരിച്ചു തന്നില്ല, ഒലക്കടം മൂടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് അറിയണമല്ലോ. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പൊ കൂടുതലായി എടുപ്പിക്കില്ല, നമുക്ക് നമ്മുടെ വിഷയം തുടങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു പറയുന്നത് എല്ലാം കള്ളമാണ്. അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവളെ വിടാറായില്ലേ, ഇവളെ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിന് വ്യൂസ് ഉണ്ട്, അതൊരു കാരണമാണ്. രണ്ടുപേരും കാണിക്കുന്ന കാണുമ്പോൾ രണ്ടെണ്ണം പറയാൻ തോന്നും എന്ന്. നമുക്ക് ഇവരുടെ കണ്ടന്റ് പറയുമ്പോൾ വ്യൂസ് ഇല്ലാണ്ടാവുന്നു, അന്നേ ഞാൻ നല്ല എല്ലാവരും ഇത് നിർത്തത്തുള്ളൂ. വ്യൂസ് ഉണ്ട്, പിന്നെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒരു വള്ളിക്കെട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമുക്ക് ചേച്ചിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നേ കേൾക്കാം. കള്ളത്തരം നമ്പർ 1, പുള്ളിക്കാരിയുടെ എഡ്യൂക്കേഷൻ, അഥവാ പുള്ളിക്കാരിയുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ. കൊല്ലം സുധി മരിച്ച സമയത്ത് ഈ പുള്ളിക്കാരിക്ക് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ജോലി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. നമുക്കൊന്ന് അന്നത്തെ സമയത്ത് പറയുന്നൊന്ന് കേൾക്കാം. സാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്, അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കും. അപ്പം ഞാൻ അത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. സാറാണ് പറഞ്ഞത് ജോലി തരാമെന്ന് പറഞ്ഞു. ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് പുള്ളിക്കാരിയുടെ കയ്യിലുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇതേ പുള്ളിക്കാരി തന്നെ മറ്റൊരു സമയത്ത് മാറ്റി പറയുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് ഒരു പുതുമയല്ല. രേഷ്മ പി തങ്കച്ചനും തങ്കച്ചേട്ടനും കൂടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വാക്ക് മാറ്റി പറയാറുണ്ട്. അതവർക്കൊരു പുതിയ സംഭവമല്ല. അതായത് ഇവര് വാക്ക് മാറുന്നത് പോലെ ഓന്ത് പോലും നിറം മാറത്തില്ല. ഓന്തല്ലോ അരണ ഓന്ത് പോലും നിറം മാറത്തില്ല. ഇനി പുള്ളിക്കാരിയുടെ വലിയ പഠിപ്പിന്റെ കാര്യം പറയുന്നത് നമുക്കൊന്ന് കാണാം. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയാം, അല്ലെങ്കിൽ ഇവർ കളിയാക്കുവാ. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. നീ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം സുധിക്കുട്ടം പറയണ പോലെ എല്ലാം സുധിക്കുട്ടന്റെ ഇഷ്ടത്തിന് നമ്മളങ്ങ് വിട്ടുകൊടുത്തു. അവിടെ സുധിച്ചേട്ടൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും +2 വരെയുള്ളൂ. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പേ ഏവിയേഷനുമായി പല ഫ്ലൈറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുമായി. കൊള്ളാം, നല്ല. ഇനി നമുക്ക് പുള്ളിക്കാരിയുടെ 2ാം തര ഉഡായിപ്പിലേക്ക് വരാം. അതായത് പലരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നു, പണം ലഭിച്ച ശേഷം തിരികെ ചോദിക്കുമ്പോഴത്തേനും നീ ഒന്ന് മേടിക്കും, അത് കാണണമല്ലോ എൻ്റെ പൈസ മേടിക്കുന്ന ആ ഒരു സെറ്റപ്പ്. ഇത് ഇപ്പൊ നിലവിൽ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരിയായ നിമിഷ ബിജു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു 2-3 വീഡിയോ കാണിക്കാം. 2-3 വീഡിയോയിലും ഒരേ സ്ട്രാറ്റജിയാണ് ഇവർ പിന്തുടരുന്നത്. ഒരേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ആദ്യം കൊല്ലം സുധി എടുത്തിട്ട്, മോനെ പൈസ ഉണ്ടോടാ, ഇവിടെ കശുവിലുണ്ടോടാ, അത്യാവശ്യം കുഞ്ഞിന് വയ്യടാ, ഞാൻ ചേച്ചിയുടെ കൊടുക്കാം, ചേച്ചി ബാക്കി പറയും. ചേച്ചിയുടെ കൊടുക്കുന്നു. നമ്മുടെ രേണു ചേച്ചി ഫോൺ എടുക്കുന്നു, എടാ നിന്നോട് സംസാരിക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹം വരുന്നുണ്ടോ, ഈ ഒരു വലിയ സംഭവമാണ്, കുറച്ച് പൈസ തരുമോ, ബുദ്ധിമുട്ടായിട്ടാ, തിരിച്ചു തരാം എന്ന് പറയുന്നു. ശേഷം ഈ പൈസ ഇവർ തിരിച്ചു ചോദിക്കുമ്പോഴത്തേനും, ഏടാ ഞങ്ങൾക്കൊരു നല്ല കാലം വരും, അപ്പം ഞങ്ങൾ അങ്ങോട്ട് തരും, കുറെ പൈസ തന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഉണ്ടാക്കിയ സ്വഭാവം കാണിക്കല് എന്ന സെറ്റപ്പ്. ഈ ഒരു സ്ട്രക്ചറാണ് ഞാൻ കാണിക്കുന്ന 3-ലും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ നിമിഷ ബിജു പറയുന്നത് കേൾക്കാം. നല്ലപോലെ സ്കിറ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയം അങ്ങനെ നമ്പറൊക്കെ സേവ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ റിപ്ലൈ ഒക്കെ തരും. കുട്ടാന്ന് പുള്ളി എല്ലാവരും വിളിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ സുചിര സുഖല്ലേ എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞിന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നളിയ, ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്, നിങ്ങൾക്കും അറിയായിരിക്കും ഇതേപോലെ, എനിക്കും ഉണ്ട് 2-3 എണ്ണം. അതായത് ഒരു ഇതുമില്ല, നേരെ കോണ്ടാക്ട് ചെയ്യുക, എടാ വളരെ അത്യാവശ്യം എടാ കുഞ്ഞിന് വയ്യടാ, ഒരു 563 രൂപ തരാൻ കാണോടാ, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് അണ്ണാ അത്യാവശ്യമായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ടാണ് കൊടുക്കാൻ പൈസ ഇല്ലണ്ണ, ഒരു 173 രൂപ തരാൻ കാണുമെന്ന ഇങ്ങനെ ചോദിക്കുന്ന കുറേ സാധനങ്ങൾ എനിക്കുണ്ട്.
കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല കേട്ടോ. ഈ 173 രൂപ ഉണ്ടാക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് കൊടുക്കുന്നത് എന്നോട് ഇവൻ വന്നിട്ട് 173 രൂപ ഉണ്ടോന്ന് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 170, 180, 175 ചോദിക്കത്തില്ല. 173, 252, 427 ഇങ്ങനത്തെ എമൗണ്ടുകൾ ചോദിക്കും. നിങ്ങൾക്ക് ഇത്തരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്കപ്പോൾ ബാക്കി കേൾക്കാം. സുധിച്ചേട്ടൻ വിളിച്ച് പൈസ ചോദിച്ചു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്, ഇതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുചേട്ടൻ പറഞ്ഞു നീ എനിക്ക് ഉള്ളത് എനിക്ക് തരണം, ഇല്ലാന്ന് പറഞ്ഞ് നീ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഇട്ട് കൊടുത്ത പൈസ ഫുൾ എനിക്ക് തിരിച്ചു തന്നില്ല, എന്നാലും എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇളയവൻ കുറച്ച് പൈസ തിരിച്ചു തന്നു. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തെന്തോ മുജ്ജന്മ സുഹൃത്തം നിങ്ങൾ കരുതുക. എന്നിട്ട് ബാക്കി പറ. അത് കഴിഞ്ഞപ്പോ കുഞ്ഞിന് ഋതപ്പന് ഇതുപോലെ വയ്യ, മോനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണ്, നീ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ രേണുവിന്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിച്ചു. ദാ എൻട്രി ആയിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരിയായ കഥാപാത്രം രേഷ്മ പി തങ്കച്ചൻ. അവിടെയും പണം ചോദിച്ചു. അത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഒരാണ് മാത്രം അല്ലെങ്കിൽ ഒരു പെണ്ണ് മാത്രം വിളിച്ച് പണം ചോദിച്ചാൽ തരണമെന്നില്ല. പക്ഷെ ആണും പെണ്ണും ഭാര്യയും ഭർത്താവും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാമിലി കമ്മിറ്റ്മെന്റ് ആണ് എന്ന് കരുതി പലരുടെയും മനസ്സിലെയും നല്ലൊരു ടാക്ടിക്സ് ആണ്. നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാക്ടിക്സ് പറ്റാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പേ സുധിച്ചേട്ടനും രേഷ്മ പി തങ്കച്ചനും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുപിടിച്ച സാധനമാണ്. ഇപ്പോഴും ഇതിന് മാർക്കറ്റ് ഉണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നാ ആ പൈസ എങ്കില്ലോ എന്നെങ്കിൽ ആ പൈസ എങ്കില്ലോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ തന്നെ ആരോട് ചോദിക്കണം എന്ന് പറയുന്നത്. ബാക്കി പറയാം. ഞാൻ അകപ്പാടെ പെട്ടിരിക്കുകയാണ്, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ ഒരു മാസം ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പൈസ ഞാനിട്ട് കൊടുത്തു. രണ്ടാമത് അത് ഫുള്ള് കിട്ടിയില്ല, കുറച്ച് കിട്ടിയായിരുന്നു. കുറച്ച് കിട്ടിയായിരുന്നു. അതിനുശേഷം കൊല്ലം സുധിയുടെ ചരമവാർഷികത്തിന് ഇവര് 2ാം ചരമവാർഷികത്തിന് ഇവർ ചെന്നു, കെട്ടിപ്പിടിച്ചു, സ്നേഹം പങ്കിട്ടു. ശേഷം ആടിക്ക് പിരിഞ്ഞു ഗൈസ്. ഇപ്പോ ഇവര് വിളിച്ചാൽ എടുക്കത്തില്ല. രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത കാണിക്കും. ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി തിരിഞ്ഞ് നടന്ന ഈ പറയുന്ന ഞാൻ ചെയ്യാതിരുന്ന കണ്ടന്റില് ഒരു ശബ്ദരേഖ എടുത്തിട്ട് എനിങ്ങോട്ട് ഇടുക. നിങ്ങൾ കേട്ടോ. പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ ഇവിടെ കിടപ്പുണ്ട്. കണ്ണൂർ അവിടെ വന്ന് നടക്കുന്നു? കണ്ണൂർ അവിടെ ഇല്ലേ? കൊല്ലം ഇവിടെ ഇല്ലേ? കണ്ണൂർ എങ്ങനെയാണ് അവിടെ വന്ന് നടക്കുന്നത്? കണ്ണൂരില്ലേ? ആ ഇവിടെ കിടപ്പുണ്ട്. ആ എവിടെ കിടപ്പുണ്ട്? കണ്ണൂർ എങ്ങനെയാണ് അവിടെ വന്ന് നടക്കുന്നത്? എന്തായാലും ഇതിനകത്തും ഇവര് പയറ്റിയ മോഡ് ഓഫ് ഓപ്പറാണ്ടി എന്ന് പറയുന്നത് മുന്നേ ഇന്നാൾക്ക് നിന്നോട് സംസാരിക്കണമനെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുന്നു. പണം കടം ചോദിക്കുന്നു. കടം കേൾക്കാം. എന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കൂല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ചേട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. ബാക്കിലെ ബൈ. ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. സുധിച്ചേട്ടന്റെ കൊടുക്ക്. ഹെൽപ്പ് ചെയ്യാമെന്ന് കാണിച്ച മനസ്സിന് വളരെ നന്ദി. മുന്നേ സഹായത്തിന് ഒരുപാട് നന്ദി മുന്നേ. ഇനി സഹായിച്ചതിന് ശേഷം ഈ സഹായിച്ച ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് വെക്കുക. നമ്മുടെ നാട്ടിലെല്ലാവരും അംബാനിയൊന്നും അല്ലല്ലോ. അംബാനിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് തിരിച്ചു ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ രേഷ്മ പി തങ്കച്ചനും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം സുധിയും കൂടെ പെരുമാറിയ ഒരു പെരുമാറലുണ്ടല്ലോ, ഒരുമാതിരി വല്ലാത്ത പെരുമാറലാണ്. എന്നാ കേട്ടോ. അവിടെ ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എടാ നീയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത നീ എന്നാ പറഞ്ഞ? നീ ആരാ? ചേച്ചി വളരെ ചൂടിലാണ്. അവൻ്റെ പൈസ മേടിച്ചിട്ട് അംജിത്തോ മറ്റവനോട് ചോദിച്ചു ഈ അംജിത്താണോ കുംജിത്താണോ അഖിലിനോട് സംസാരിച്ചു. അത് ഇത് അപ്പം ഒന്നിലധികം ആളുടെ ഏതായാലും 2 പേരുടെ പണം മേടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായില്ലേ. എന്നിട്ട് ചോദിക്കുന്ന പറഞ്ഞാൽ അവന് തിരിച്ചങ്ങ് കലിപ്പിക്കും. അങ്ങ് അത് ആ സ്വഭാവം തന്നെ കേട്ടോ. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലത്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ എന്നും കൊണ്ടും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയുള്ളൂ. അതങ്ങ് ഞങ്ങൾ കയ്യിലോട്ടങ്ങ് ഈ പറയുന്ന എന്നാ ഈ 14 രൂപ എടുത്ത് മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് സംസാരിക്കില്ല. വരും അന്ന് ഞാൻ തരും. അതുവരെ പൊത്തി അവിടെ പോയി ഇരുന്നോണം. ഒരു 14,000 രൂപ എനിക്ക് തന്നെന്ന് പറഞ്ഞിട്ട് നീ എന്ത് തോന്നിയ ദിവസം എന്നെ വിളിച്ച് പറയുന്നേ? എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ തരും. ആ ഒരു സെറ്റപ്പിലാണ് ഇവർക്ക് കട കൊടുക്കാൻ. അതായത് ഒരു ബ്ലേഡ് പലിശക്കാരൻ പണം കൊടുത്തിട്ട് പലിശയ്ക്ക് എന്നാലും എളുപ്പം തരും. അതാണ് ഈ രേഷ്മ പി തങ്കച്ചൻ. അതുവരെ നീ അവിടെ പോയി മാറിയിരിക്കുന്നു പുള്ളിക്കാരി പറയും. അതുകൊണ്ട് കടം കൊടുത്തിട്ട് ശ്രദ്ധിച്ചു. കൊടുത്തതല്ല, ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിന് മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചില വാക്കുകളുണ്ട്. അതായത് അവസാനം ഇതാവുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതി അത് ഞാൻ ആദ്യം പേടിക്കാം, എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. പക്ഷെ നീ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പി തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ. ആ ചോദിച്ച ചോദ്യമാണ് എൻ്റെ പൊന്നെണ്ണ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. സകല സാമാനം പുറത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സീക്രട്ട് ഏജന്റിന്റെ ചാനലിലേക്ക് വരുമ്പോഴത്തേനും സീക്രട്ട് ഏജന്റ് പ്രിയങ്കരനായ ഷാലൂപ്പിയാടിനെ വിളിച്ച് സംസാരിച്ചു. അറിയാമല്ലോ, ക്യാമറമാൻ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, സിനിമ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി. പുള്ളിക്കാരൻ്റെ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ചപ്പോഴും
ഇതേ മോഡ് ഓഫ് ഓപ്പറാണ്ടി അവിടെയും പറ്റിയിട്ടുണ്ട്. ഇന്ന് പിടിച്ചു ഓപ്പറാണ്ടി. ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ആണല്ലോ അവര് പൈസ മേടിച്ചു. ഓക്കെ, അതെ 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 അതെ. അണ്ണാ ഇവൾ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ശരിയാണോ? അല്ല ഈ അതെ അതെ. അന്ന് കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണം. ഇനി നമ്പർ പിന്നെ കാണാതിരിക്കില്ല. കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ. സിനിമ ആ ഒരു പരിചയം വിളിച്ച് വിളിച്ചിരുന്ന മക്കളോടാ, ഞാൻ സുധിയാണടാ, എന്തുണ്ടാ വിശേഷം, സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. ആണാണോ സുഖം? അപ്പൊ നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ചു. ഇല്ലെണ്ണ വീടെത്തി, നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന്, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, എടാ മക്കളെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ചേട്ടന് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ താടാ മോനെ, ഒരു അത്യാവശ്യമുള്ള വീട്ടില്, ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്ര പറഞ്ഞോളൂ പുള്ളി. വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയെ കൊടുത്ത്. ഇതിനിടയിൽ ചേച്ചി സംസാരിച്ചു. ഒരു ആൾക്ക് സാമ്പത്തികമില്ലായ്മ വരിക, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ അയാളുടെ ഒരു അവസ്ഥ അനുസരിച്ച് മറ്റൊരാളോട് പണം ചോദിക്കുക എന്ന് പറയുന്നത് ഒന്നും തെറ്റല്ല. മറ്റൊരാളുടെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈ നീട്ടുക എന്ന് പറയുന്നത് വളരെ മോശം സാഹചര്യമാണ്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. എന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്കും അറിയാവുന്ന ഒരാൾ എന്നെ ഭീകരമായി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക്, നമ്മളെ സഹായിച്ച ഒരാൾക്ക് തിരിച്ചൊരു പ്രശ്നം വരുമ്പോഴത്തേനും സഹായിച്ചെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ എന്ത് വേണം, തിരിച്ച് പൈസ തരണോ, ഞാൻ തിരിച്ച് നിന്നെ സഹായിക്കണോ എന്ന് ചോദിക്കുന്നതല്ല സാധനം. നമുക്ക് തന്നതിൻ്റെ, നമ്മളെ സഹായിച്ചതിൻ്റെ ഒരു കടപ്പാട് മനസ്സിലുണ്ടാവണം. ഇത് കടപ്പാടുണ്ടായില്ലെന്ന് മാത്രമല്ല, സഹായിച്ചവൻ്റെ കിടപ്പാടം കളയുന്ന പരിപാടിയും കൂടാണ് ഈ രേണുവിൻ്റെ പ്രിയ പുരുഷനായ കൊല്ലസുധിയും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അയാൾ ഏതൊക്കെ മുഖംമൂടി അണിഞ്ഞ് നന്മയുടെ ഒരു വസ്ത്രം ധരിച്ച് ഇവിടെ നിന്നു, അയാൾ മരണപ്പെട്ടതിന് ശേഷം പോലും അയാളുടെ മുഖത്തെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയും കപടമായിട്ടുള്ള നന്മയുടെ മുഖം വീഴുകയും ചെയ്തു. നല്ലതാ. ഇതുപോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നളിയ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതാണ് ഒരവസ്ഥ. നല്ല വളരെ നല്ല. എന്താകുന്നുണ്ടോ എല്ലാവരും നമ്മളെ ഇന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ വരാം. അപ്പോൾ രേണു ആരെങ്കിലും വിളിച്ച് ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് കിട്ടില്ല, തിരിച്ച് കൊടുക്കണ്ട, അതല്ല തിരിച്ച് വരണ്ട എന്നുള്ളൊരു വാരിക്കൊരു കൊടുത്തോട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു ബൈ.